അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു തൊട്ട് കൂട്ടേണ്ട പുളിയിഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. ഓണമല്ലേ, നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കണ്ടേ? കുറേ ആൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാൻ വെള്ളെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിലാക്കാം കേട്ടാ. വെളിച്ചെണ്ണയിലാക്കിയാൽ കുറേ ദിവസം നിൽക്കൂലാന്നേ ഇല്ലും. എണ്ണ നന്നായി ചൂടാവട്ടെ. ചൂടായിട്ടാ കുറച്ചും കൂടി ചൂടാവാനുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടട്ടെ നന്നായി. കടുക് നന്നായി പൊട്ടി അതിലേക്ക് 5 നമ്മളെ ചുവന്ന മുളക് ഇടുന്നുണ്ട്. നന്നായി ഒന്നിത് കായം. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ച് അതും കൂടി നന്നായി ഒന്ന് പൊരിഞ്ഞ് വരണം. അതിലേക്ക് തന്നെയാണ് ഞാനിതാ 1/2 കിലോ പച്ചമുളക്. കറിവേപ്പ് നല്ല നാടൻ കറിവേപ്പാണ്. നമുക്ക് ഇടുന്നത് നമ്മുടെ വീട്ടിൻ്റെ വെള്ളത്തിൽ തന്നെ പറിച്ചെടുത്തതാണ്. അപ്പോൾ കറിവേപ്പ് എത്രത്തോളം ഈ പുളിയിഞ്ചിക്ക് ഇടുന്ന അത്ര ടേസ്റ്റ് കൂടുകയും കുറയും. അങ്ങനെ നന്നായി ഇതൊന്ന് വാടണം. ഉള്ളി നന്നായി വാടട്ടെ. അങ്ങനെ ഞാൻ പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പ് ഇടുന്നുണ്ട്. കറിവേപ്പ് എത്ര അധികം ഇടുന്ന അത്ര രസം കൂടുതൽ ഇട്ടാൽ എത്ര വേണമെങ്കിലും. നന്നായി നമുക്കിത് ഇളക്കാം. ഇതിലേക്ക് തന്നെ ഞാൻ 3 കിലോ ഇഞ്ചിയാണ് വാങ്ങിയത്. ചെറുതായി നുറുക്കിയ ഇഞ്ചി. 3 കിലോനാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല വാടിയതിൻ്റെ ശേഷം പച്ച മണമെല്ലാം പോണം ഇഞ്ചിൻ്റെ. നന്നായി ഒന്ന് വാടട്ടെ. ഇഞ്ചി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നന്നായി നമുക്കിത് ഇളക്കാം. പൊടിൻ്റെ നല്ല ചൊയയെല്ലാം പോകണം, പച്ച ചൊയയെല്ലാം. ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചു. കുറച്ച് ഒഴിക്കാനുണ്ട്. ഈ പുളിവെള്ളം തന്നെ കേട്ടോ. 1 കിലോ പുളിയാണ്. നന്നായി തിളച്ച് കുറുകിയിട്ട് വരണം.
ഉപ്പുണ്ടോ എന്ന് നോക്കണം. പാകത്തിനുള്ള ഉപ്പിടണം. അങ്ങനെ നമ്മളെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി. അതിലേക്ക് വെള്ളം ഞാൻ ഒഴിക്കത് കൂട്ടുന്നുണ്ട്. വെള്ളം ഒഴിക്കിയതാണ്. ഇനി കുറുകി വരണോ ഇത്. നന്നായി ഒന്നത് കുറുകി വരണം. നമുക്കിത് കുറുകിയതിന് ശേഷം കാണാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. തൊട്ട് കൂട്ടിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാം കേട്ടാ. അങ്ങനെ ഞാൻ കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ എല്ലാം കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.